വെൽക്കം ബാക്ക് ടു ZALUSO. അപ്പം ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഒരു എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ വീഡിയോ ഉണ്ട്. അതെങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒരു പ്രിവ്യൂ കാണിച്ചു തരാം. ഇതാണ് ആ വീഡിയോ. നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇത് യൂസ് ചെയ്യണ ആപ്ലിക്കേഷൻ പറയുന്നത് capcut ആണ്. അപ്പോൾ നമുക്ക് capcut നോർമലി യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് VPNൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കൊരു VPN പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് എടുക്കുക. കാരണം അത് ബാൻ ചെയ്ത ആപ്പ് കൊണ്ട് അതിൽ സ്റ്റോറൊന്നും കറക്റ്റായിട്ട് നമുക്ക് വർക്കാവില്ല. അപ്പോൾ അതിൽ ട്രാൻസ്ഫോർമേഷനൊക്കെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് VPN യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ VPN ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. അത് ഇൻസ്റ്റാളിങ് ആണ്. അപ്പോൾ ഇതിപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഏതെങ്കിലും ഒരു കൺട്രി കണക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് capcut ഓപ്പൺ ആക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ ജസ്റ്റ് അലോ ചെയ്ത് ഇപ്പോൾ നമുക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് capcut ഓപ്പൺ ആക്കാം. അപ്പോൾ നമുക്കിങ്ങനെ അതിലിങ്ങനെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഒക്കെ അലോ ചെയ്ത് കൊടുക്കുക. ഇതിൽ നമുക്ക് വീഡിയോ പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോസ്. അതിന് മുമ്പ് നമുക്ക് അതായത് മറ്റേ ട്രെയിനിൻ്റെ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ വേറെ ഫോട്ടോസ് വരുന്ന ഭാഗം കറക്റ്റ് ആ ഫോട്ടോസ് വരുന്ന ഭാഗം തൊട്ടിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ തോന്നുന്നു. കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. അതിന് മുമ്പ് നിങ്ങൾ ഇതിൻ്റെ സൗണ്ട് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെയും നമ്മൾ സൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേറെ അതിൻ്റെ ഫോട്ടോസുള്ള ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയാം. ഒന്ന് കറക്റ്റ്, അതായത് ആ ട്രെയിന് റൈറ്റിക്ക് മൂവ് ഈ പോർഷനിൽ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് ആ പാർട്ട് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോസ് ആഡ് ചെയ്യാം. നമ്മൾ കുറച്ച് വിജയൻ്റെ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 6 നിങ്ങൾക്ക് 10 ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി 6 ആഡ് ചെയ്യാനുള്ളൂ. അതായത് ഈ സൗണ്ടിൻ്റെ ഒരു കപ്പാസിറ്റി വെച്ചിട്ട് 10 ആഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ സൗണ്ട് സെറ്റ് ചെയ്യുന്നത് 0.5 സെക്കൻഡ്സ് ആണ്. പക്ഷെ നിങ്ങൾ 0.6 സെക്കൻഡ്സ് ആക്കുക. എങ്കിലേ കറക്റ്റായിട്ട് വരണുള്ളൂ. ഞാൻ പിന്നെ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ ആക്കുക. എങ്ങനെ എല്ലാം ആക്കി വെച്ചിട്ട് അങ്ങനെ എല്ലാ ഇമേജും ചെയ്യാം. ഞാൻ 5 ആക്കണം, 6 ആക്കുക. 5 ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതിൽ ആനിമേഷനിൽ കൊടുക്കുമ്പോൾ അവിടുത്തെ ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് കുറയ്ക്കണം. അത്രേ വരുന്നുള്ളൂ പ്രശ്നം. വേറെ കുഴപ്പമൊന്നുമില്ല. 6 ആക്കുമ്പോൾ ആ ഡ്യൂറേഷൻ ഫുൾ ആക്കണം. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൽ ആനിമേഷൻ താഴെ നിങ്ങൾക്ക് ആനിമേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആനിമേഷൻ നിങ്ങൾക്ക് കോംബോയിൽ കൊടുക്കുക. കോംബോയിൽ കൊടുത്തു കഴിഞ്ഞാൽ പെൻഡുലം 1 ഫസ്റ്റത്തേൽ പെൻഡുലം 1 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വന്നിട്ടുണ്ടാവും. ഇനി 2 തൊട്ടിട്ട് പെൻഡുലം 2 നിങ്ങൾക്ക് ഇവിടെ ഡ്യൂറേഷൻ കാണാൻ സാധിക്കും. അത് ഫുള്ളാക്കി വയ്ക്കുക. 6 സെക്കൻഡ് ആക്കി കഴിഞ്ഞാൽ അത് ഫുള്ളാക്കാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾ പെൻഡുലം 1 2 1 2 1 2 ഒരു സീക്വൻസ് ഓർഡറിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അത് വന്നിരിക്കുന്നത്. ഒരു മിനിറ്റ്. നമുക്ക് ഫില്ലാവാത്ത ഫോട്ടോസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതായത് ആ കറക്റ്റ് ടിക്ടോക്ക് സൈസിനനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഫോട്ടോ ഉണ്ട്. ഈ ഫോട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് പറ്റുന്ന ഒരു അടിപൊളിയായി തോന്നുന്ന പോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫോട്ടോ ഉണ്ട്. ഇതും ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ഫോട്ടോ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിനി ഫസ്റ്റ് ഫോട്ടോ ഒന്ന് റൺ ചെയ്യാം. അതെ, നിങ്ങൾ കണ്ടല്ലോ. ഇമേജ് നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിനി ഇത് വേണമെങ്കിൽ സേവ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് റെസൊല്യൂഷൻ കൺട്രോൾ ചെയ്ത് സേവ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ 10 ഫോട്ടോസ് വരെ, അതായത് ഈ സൗണ്ടിൽ 10 ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുക. 0.6 സെക്കൻഡ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ഫോട്ടോസ് ആഡ് ചെയ്യുക. കുറവ് ആഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.